എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് സ്റ്റൂവാണ്. നല്ല സ്വാദേറിയതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഇതുവരെയും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന അപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിലും രുചികരമായിട്ട് ഉരുളക്കിഴങ്ങ് സ്റ്റൂ തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം അളവിൽ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കഷ്ണങ്ങൾ നമുക്ക് വേവിച്ചെടുക്കുന്നതിനായിട്ട് കുക്കറിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള, വലിയ സവാളയാണ് കട്ട് ചെയ്ത് ചേർക്കാം. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർക്കാം. ഇനി എരിവിനായിട്ടുള്ള 4 പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കാം. ഇനി വേണ്ടത് 3 കറിയാമ്പൂ, ഇതുപോലൊരു കഷ്ണം കറുവപ്പട്ട, ഇനി വേണ്ടത് ഒരു 5 ഏലക്ക, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് 3 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. നമ്മളിന്ന് തയ്യാറാക്കുന്ന ഈ ഒരു സ്റ്റൂ 6 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ നിന്ന് അടച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വിസിലും വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ എയറൊക്കെ പോയി വന്നപ്പോൾ നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വെന്ത് വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉരുളക്കിഴങ്ങ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഉരുളക്കിഴങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഉടച്ചുകൂടെ കൊടുക്കണം. ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം. കഷ്ണങ്ങളൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റൂ നല്ലപോലെ ഒന്ന് കുറുകി വരുന്നതാണ്. നിന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ കിടന്ന് ഉരുളക്കിഴങ്ങ് ഒന്നുകൂടെ വെന്ത് വരണം, അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് ഒന്ന് വെന്ത് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. 1/2 കപ്പ് അളവിൽ 1-ാം പാൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൂടെ കൊടുക്കാം. ഇനി നമ്മുടെ സ്റ്റൂവിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് അല്പം മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റൂവിന് ഒരു പ്രത്യേക ഒരു ഗാർണിഷ് കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂസും റൈസിൻസും കൂടെ ഫ്രൈ ചെയ്ത് ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഈസി റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്ത ദിവസം ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.